കേരള സർവകലാശാല VC റിപ്പോർട്ടിൽ ചാൻസലറുടെ നടപടി ഇന്നുണ്ടാകില്ല. കേരള സർവകലാശാല വൈസ് ചാൻസലർ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനം അസാധുവാക്കാനാണ് ചാൻസലറുടെ നീക്കം. ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെതിരെയും നടപടിയുണ്ടായേക്കും. അതേസമയം ചട്ടവിരുദ്ധമായ തീരുമാനം ഉണ്ടായാൽ അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് സിൻഡിക്കേറ്റ്. ഡോക്ടർ സിസ തോമസുമായി ബന്ധപ്പെട്ട് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ കേസ് തീർപ്പാക്കാത്ത സാഹചര്യത്തിലാണ് കേരള സർവകലാശാല VC റിപ്പോർട്ടിന്മേലുള്ള നടപടി ചാൻസലർ നാളേക്ക് മാറ്റിയത്. ഞായറാഴ്ച ചേർന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് കാണിച്ചാണ് താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ട് അംഗീകരിച്ച ഗവർണർ നിയമവശങ്ങൾ പരിശോധിച്ചു. പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനം റദ്ദാക്കാനാണ് ഗവർണറുടെ നീക്കം. അങ്ങനെ ഉണ്ടായാൽ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച നടപടിയും റദ്ദാക്കും. കൂടാതെ നേരത്തെ രജിസ്ട്രാറുടെ പകരം ചുമതല നൽകിയിരുന്ന സീനിയർ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെതിരെ വൈസ് ചാൻസലർ നടപടിയെടുത്തേക്കും. ചാൻസലറുടെ തീരുമാനം വരുന്നതിനു പിന്നാലെ P ഹരികുമാറിനെതിരെ നടപടിയെടുക്കാനാണ് VC സിസ തോമസിന്റെ നീക്കം. ഇന്നുകൂടിയാണ് ഡോക്ടർ സിസ തോമസിന് കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതലയുള്ളത്. അതിനിടയിൽ ഫയലുകൾ രജിസ്ട്രാർക്ക് നൽകാതെ നേരിട്ട് നൽകണമെന്ന നിർദ്ദേശം സിസ തോമസ് ജോയിന്റ് രജിസ്ട്രാർക്ക് നൽകി. അതേസമയം നിയമവിരുദ്ധമായ തീരുമാനം ചാൻസലറുടെ ഭാഗത്തു നിന്നും വന്നാൽ കോടതിയെ സമീപിക്കാനാണ് സിൻഡിക്കേറ്റ് ഇടത് അംഗങ്ങളുടെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.